ഹലോ, ഞങ്ങൾ രാത്രി ഒരു മൂവിക്ക് പോവാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. ഇപ്പോൾ ഇറങ്ങിയ ഒരു 3D ഫിലിമാണ്. ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അറിയുന്നവർ. അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ളൊരു തിയേറ്ററുണ്ട്. അവിടെ പോകാൻ വേണ്ടി 9:30ക്ക് ഇറങ്ങി, 10 മണിക്കാണ് ഷോ. അവിടെ പോയപ്പോഴത്തേക്കുണ്ടല്ലോ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ അവർ പറഞ്ഞു കുറഞ്ഞ ഒരു 25 പേരുണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്നതിന് ശരിയാവത്തില്ല, ഇവന് കണ്ടേ പറ്റൂ. അപ്പോൾ അടുത്തുള്ള സ്ഥലം എവിടെ നോക്കിയപ്പോൾ അവിടെ ഒരു 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 അരമണിക്കൂറാവും എത്താൻ. അവിടെ സിനിമ 10:30ക്കാണ്. ശരി എന്നാൽ ഞങ്ങൾ 9:30ക്ക് ഇറങ്ങി. കറക്റ്റ് 10:15 ആയപ്പോൾ അവിടെ എത്തി. അതൊരു പുതിയ തിയേറ്ററായിരുന്നു, PVRൻ്റെ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഞാൻ ആദ്യമായിട്ട് പോയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അകത്ത് പോവാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ അവിടെ ഹാങ് ചെയ്തിരിക്കുന്ന ബൾബൊക്കെ. ഞങ്ങൾ സാധാരണ പോകുന്നത് ബ്രൂക്ക് ഫീൽഡിലാണ്, എപ്പോഴും പോകാറില്ല, അടുത്തുള്ള തിയേറ്ററിൽ എപ്പോഴും പോകാറുള്ളത്. അപ്പോൾ ഇത് ഒരു പുതിയതായിട്ട് തുറന്ന ശേഷം ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും പുതിയ തിയേറ്റർ കാണാനും പറ്റി. അങ്ങനെ പോയപ്പോഴത്തേക്ക് അവിടെ ആഡ് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടെയൊക്കെ 3D കണ്ണാടിയൊക്കെ തന്നു. ധീരുവിന് ബ്ലൂവും ഞങ്ങൾക്ക് ബ്ലാക്കും ആയിരുന്നു. അപ്പോൾ അവനൊരേ സന്തോഷം, കാരണം അവന് ഇഷ്ടപ്പെട്ട മൂവി കാണാൻ വന്നതാണ്. പിന്നെ അവിടെ ആ സിനിമ കാണാൻ പറ്റില്ല. അവൻ പറഞ്ഞ് 10 മണി വരെ വെയിറ്റ് ചെയ്യാമെന്ന്. വെയിറ്റ് ചെയ്തിട്ട് അഥവാ കാണാൻ പറ്റില്ലെങ്കിൽ, ഇവിടെയും വരാൻ പറ്റില്ലെങ്കിൽ തീർന്നു. അപ്പോൾ വിചാരിച്ചു ഇവൻ്റെ സ്വഭാവം നല്ലപോലെ അറിയുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉടനെ തന്നെ അടുത്ത തിയേറ്ററിൽ ഓടിപ്പോയി എത്തി. അവിടെ അത്യാവശ്യം ഒരുപാടില്ലെങ്കിലും കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ കണ്ണടയൊക്കെ കിട്ടിയപ്പോൾ അവന് ഭയങ്കര സന്തോഷം. അതൊക്കെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് ബ്ലൂ ആണ്, നിങ്ങൾക്ക് ബ്ലാക്കാണ്. അപ്പോൾ കെട്ടിയപ്പോൾ പറഞ്ഞുകൊണ്ട് എന്നെ വീഡിയോയിൽ കാണിക്കല്ലേ. പക്ഷേ എന്ത് ചെയ്യാൻ, ഇടയിൽ കാണേണ്ടി വന്നു. പിന്നെ ഇടയ്ക്ക് ബ്രേക്കിന് ഞങ്ങൾ പോയി പോപ്കോണും പിന്നെ പെപ്സിയും ഒരു മെറിൻ്റെയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് സിനിമയൊക്കെ തീർന്നപ്പോൾ രാത്രി 1 മണിയായി. അപ്പോൾ ഞാൻ അവസാനത്തെ സിനിമ, അപ്പോൾ അത് കണ്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി. അപ്പോൾ ധീരു ഭയങ്കര സന്തോഷമായി, കാരണം എല്ലാ സിനിമയ്ക്കും ആയിരുന്നു ഉറങ്ങും, പക്ഷേ ഈ സിനിമ ഉറങ്ങിയില്ല. അവന് ഇഷ്ടപ്പെട്ട സിനിമ ആയതുകൊണ്ട് അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ പുറത്ത് നല്ല തണുപ്പായിട്ട് അവൻ്റെ ഒരു കോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വീട് എത്തുന്നവരെ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ അടിപൊളി സിനിമ കണ്ടു. മോള് വന്നില്ല, അവൾ ഇപ്പോൾ എവിടെയും വരാറില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ.